എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്വരനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യൂദായുടെ ലേഖനം 24 25 വാക്യങ്ങൾ. യൂദ 24 25. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യൂദായുടെ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ദൈവം നമ്മുടെ ഉറങ്ങാത്ത കാവൽക്കാരനായി രാത്രിയും പകലും നമ്മെ സൂക്ഷിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വീഴാതെ വണ്ണം നമ്മെ കാത്ത് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ പ്രാപ്തനാണ് ദൈവം. ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് ഒരു വലിയ പദവിയാണെങ്കിലും ആ പദവി നാം പ്രാപിച്ചെടുക്കാൻ അല്പമല്ലാത്ത ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സ്വതന്ത്രമായ ഇച്ഛാശക്തിയാണ്. തിരുഹിതം അവിടുന്ന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. തിരുഹിതവുമായി നമ്മൾ സഹകരിച്ചാൽ മഹാ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നു. ദൈവവചനത്തെ ഹൃദയത്തിൽ നിറച്ച് സൂക്ഷിക്കാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവയെ കിട്ടുന്നവർക്ക് ജീവനും സർവദേഹത്തിന് സൗഖ്യവും ആകുന്നു. വിലപ്പെട്ട ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ശേഖരിച്ച് സകല ജാഗ്രതയോടും കൂടെ അതിനെ കാത്തുകൊള്ളുക. ധൈര്യപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും പണിത് എടുക്കുന്നതുമായ ദൈവവചനം കൊണ്ട് ഹൃദയം നിറയ്ക്കണം. അപ്പോൾ ഭയവും ആകുല ചിന്തയും നമ്മെ അലട്ടുകയില്ല. ജാഗ്രതയോടെ എന്ന് എടുത്ത് പറയുന്നതിൽ നിന്നും അവ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന ധ്വനി നമുക്ക് മനസ്സിലാക്കാം. കയ്പ് ഹൃദയത്തിൽ നിറയുമ്പോൾ ഹൃദയത്തെ ഭരിച്ചിരുന്ന ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിന് ഇടം കൊടുക്കാതെ കയ്പുള്ള ചിന്ത വരുമ്പോൾ തന്നെ എല്ലാവരോടും സമാധാനം ആചരിച്ച് എന്ന് തുടങ്ങി ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അങ്ങനെ കരുതിക്കൊള്ളുവീൻ എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഏകാന്തത തോന്നുമ്പോഴേ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന ദൈവവചനം നമ്മൾ ധ്യാനിക്കണം. അപകർഷതാബോധം തളർത്തുമ്പോൾ ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കയാൽ എന്ന് തുടങ്ങുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കാം. ദൈവവചനത്തിലുള്ള മുറുകെ പറ്റുന്ന ആശ്രയത്താലല്ലാതെ
നമുക്ക് ഹൃദയത്തെ ധൈര്യപ്പെടുത്തി മുൻപോട്ട് ജീവിക്കാൻ സാധ്യമല്ല. നിന്നെ തന്നെ അല്ലെങ്കിൽ നിന്റെ മനസ്സിനെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെയും നമ്മുടെ ആയുഷ്കാലത്തൊരിക്കലും അവ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കാൻ മാത്രം സൂക്ഷിച്ച് നമ്മെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. ചിന്താശക്തിയുടെയും വിചാരത്തിൻ്റെയും ഇരിപ്പിടമായ മനസ്സിനെ അതുപോലെ കാക്കുക. നമ്മുടെ ഓർമ്മയുടെ ഇരിപ്പിടം മനസ്സാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയും പ്രാപിക്കുകയും ചെയ്ത സകല നന്മകളും മറക്കാതെ ഇരിപ്പാൻ പ്രത്യേകം സൂക്ഷിക്കുക. വലിയവനായ ദൈവം അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചാണ് മിസ്രയീമിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിച്ചത്. ലോകത്ത് ഇന്നുവരെ ഒരു ജാതിയും അനുഭവിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ കരുതലാണ് അവർ അനുഭവിച്ചത്. അവരെ മുഴുവൻ കനാനിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. ദൈവത്തിൽ നിന്ന് അനുഭവിച്ച സകല നന്മകളും മറക്കുന്ന സ്വഭാവം വെച്ച് പുലർത്തിയത് കൊണ്ട് അവരിൽ 2 പേർക്ക് മാത്രമേ കനാനിൽ പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. നോമ്പിൻ്റെ ഈ നാളുകളിൽ നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഓർത്തുകൊണ്ട് നാം എവിടെയായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം മാനിച്ചും അറിഞ്ഞും ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ വീണുപോകാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവകൃപ ഓരോ നിമിഷവും നമ്മോട് കൂടെയുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിൽ വീണുപോയി. എന്നാൽ പുതിയ ഇസ്രായേലായ നമുക്ക് അവരുടെ വീഴ്ച ഒരു വലിയ ദൃഷ്ടാന്തമായി ചൂണ്ടുപലകയായി മുൻപിൽ നിൽക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ ശക്തീകരിച്ച് നിർമ്മലീകരിച്ച് നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും അവിടുത്തെ സാന്നിധ്യം പകർന്ന് അനുഗ്രഹിക്കണമേ. ആലോചന നൽകി ഞങ്ങളെ നയിക്കണമേ. ദൈവഹിതം തിരിച്ചറിയാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരും ജന്മദിനം ആഘോഷിക്കുന്നവരും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നന്മകളെയും ധ്യാനിച്ച് പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.